ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കൂൺ കൃഷിയെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂൺ കൃഷി വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. പണ്ട് കാലത്ത് കൂൺ കൃഷി ചെയ്യാൻ വളരെ പാടായിരുന്നു. കാരണം വൈക്കോല് കച്ചി അതിലൊക്കെ എടുത്ത് അത് പുഴുങ്ങി അത് ഉണക്കി അതിൻ്റെ വെള്ളം ഈർപ്പമെല്ലാം കറക്റ്റായിരിക്കണം, അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഈ പെല്ലറ്റ്. നമ്മുടെ ഈ കന്നുകാലികൾക്കൊക്കെ കൊടുക്കുന്ന പെല്ലറ്റ് പോലെ ഈ മഷ്റൂമിന് വേണ്ടി പെല്ലറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപയോഗിച്ചാണ് കൂൺ കൃഷി നടത്താവുന്നത്. അപ്പോൾ ഞാനിത് വാങ്ങിയത് മല്ലിശ്ശേരി കൂൺ ഫാം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ പഠിക്കുവാനാണെങ്കിലും നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കുവാനാണെങ്കിലും ഒക്കെ ഒരു കിറ്റായിട്ട് അവർ തരുന്നുണ്ട്. അപ്പോൾ ആ കിറ്റിലുള്ള സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യമായിട്ട് വരുന്നത് കൂൺ പെല്ലറ്റാണ്. പെല്ലറ്റ് 2 കിലോയുടെ പെല്ലറ്റാണ് അതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ 2 കവർ, അതുപോലെ സ്കൂളിൽ നമ്മൾ സ്പ്രേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പ്രേയർ. അപ്പോൾ അങ്ങനെ ഈ ഐറ്റംസ് എല്ലാം ഉണ്ട്. റബ്ബർ ഉൾപ്പെടെ അവർ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ പഠിക്കാനുള്ളവർക്ക് നല്ല രീതിയിൽ ഇത് നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ 300 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 100 രൂപയുടെ കൂൺ വിത്ത് വാങ്ങിയാൽ ഏകദേശം 800 രൂപയുടെ കൂൺ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. കാരണം 100 ഗ്രാം കൂണിന് ഇപ്പോൾ ഏകദേശം 90 രൂപയൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ മഷ്റൂം ന്യൂട്രി എന്ന് പറയുന്ന പെല്ലറ്റാണ് 2 കിലോ, പിന്നെ 300 ഗ്രാമിൻ്റെ കൂൺ വിത്ത്, ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് അവർ അയച്ചിരുന്നത്. നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് നമ്മളൊരു പാത്രത്തിൽ നല്ല രീതിയിൽ സ്റ്റീൽ പാത്രം എടുത്തതിന് ശേഷം അതിൽ ഈ 1 കിലോ പെല്ലറ്റ് അളന്ന് ഇട്ടതിന് ശേഷം, അളന്നിടേണ്ട കാര്യമില്ല, അവർ 1 കിലോയാണ് ഒരു പാക്കറ്റിൽ തരുന്നത്. അപ്പോൾ അത് ഇട്ടതിന് ശേഷം 1.5 ലിറ്റർ വെള്ളം, ചൂടുവെള്ളം, വെട്ടിത്തിളച്ച ചൂടുവെള്ളം, കറക്റ്റ് ആയിരിക്കണം വെള്ളത്തിൻ്റെ അളവ്. 1.5 ലിറ്റർ ചൂടുവെള്ളം ഇതിൽ ഒഴിച്ച് വയ്ക്കുക. നല്ലതുപോലെ ഒഴിച്ച് വെച്ചതിന് ശേഷം ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് നല്ല രീതിയിൽ ഒരു വലിയ സ്പൂണോ എന്തെങ്കിലും കൊണ്ട് അത് ഇളക്കി പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത് ഒരു 6-7 മണിക്കൂർ വെച്ചിരുന്നാൽ ഇതിൻ്റെ ചൂട് പോകും. അതിനുശേഷമാണ് നമുക്ക് ഇത് കവറിൽ നിറയ്ക്കേണ്ടതുള്ളത്. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇത് ഓരോ സാധനം നമ്മൾ എടുക്കുമ്പോഴും അതെല്ലാം സ്റ്റെറിലൈസ് ചെയ്യണം. സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെറ്റോളൊക്കെ വെച്ച് വൃത്തിയായി കൈയെല്ലാം നല്ല രീതിയിൽ ചെയ്തതിന് ശേഷം മാത്രമേ ഇതെല്ലാം ചെയ്യാവൂ. അതിനുശേഷം കവർ എടുത്ത് അതിന്റെ താഴ്ഭാഗം കെട്ടിയതിന് ശേഷം ഒരു റബ്ബർ ഇട്ട് കെട്ടിയതിന് ശേഷം ആ കവർ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഒരു ആകൃതി വരും കവറിന്. അതിനുശേഷമാണ് ഇതിൽ നമ്മൾ കൂൺ വിത്ത് നിറയ്ക്കുന്നത്. കൂൺ വിത്ത് നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമായി ഈ ചൂട് കളഞ്ഞ ഈ പെല്ലറ്റ്, അതായത് ഒരു 6-7 മണിക്കൂർ നമ്മൾ വെച്ചിരിക്കുമെന്ന് പറഞ്ഞല്ലോ, ആ പെല്ലറ്റ് നമ്മൾ ഇതിനകത്ത് ഓരോ ലെയറായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ആദ്യം ഒരു ലെയർ ഇട്ടതിന് ശേഷം ആദ്യം നമുക്കൊരു കൂൺ വിത്ത് അത് പകുതിയാക്കാം. 300 ഗ്രാമിന്റെ കൂൺ വിത്ത് നേർ പകുതി ആക്കി 2 ബെഡിലേക്കുള്ളത് മാറ്റി വയ്ക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം എടുത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് വീതം നമുക്ക് ഈ കവറിൽ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു ലെയർ കൂൺ വിത്ത് ഇടുക, അതിനുശേഷം മുകളിൽ ഒരു ലെയർ പെല്ലറ്റിന്റെ ആ പൗഡർ ഇട്ട് കൊടുക്കുക, വീണ്ടും ഒരു ലെയർ കൂൺ വിത്ത് ഇടുക. അങ്ങനെ ലെയറായിട്ട് ഒരു 3 ലെയറോ 4 ലെയറോ ആകുമ്പോൾ ഇത് നിറയും. അതിനുശേഷം നല്ലതുപോലെ എയർ ടൈറ്റായിട്ട് നല്ലതുപോലെ അത് കെട്ടിവെക്കുകയാണ് വേണ്ടത്. റബ്ബർ ഇട്ട് കെട്ടിവെക്കുക. അതിനുശേഷം ചെറിയ മൊട്ട് പിന്നോ വല്ലതോ കൊണ്ട് നമ്മൾ അതും സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. പിന്നുകൊണ്ട് അല്ലെങ്കിൽ സൂചി എന്തെങ്കിലും മതി, സ്റ്റെറിലൈസ് ചെയ്ത് എന്തെങ്കിലും കൊണ്ട് നല്ല ഹോളുകൾ ഇട്ട് കൊടുക്കുക. സൈഡിലൊക്കെ നല്ല ഹോളൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ സ്പോൺ വളരുന്നതിന് വേണ്ടി നല്ല ഒരു ഇരുട്ട് മുറി ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇരുട്ട് മുറിയൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലെ ഒരു ബാസ്ക്കറ്റിലോ എങ്ങനെയെങ്കിലും നമ്മൾ ഇരുട്ടാക്കണം, വായു സഞ്ചാരവും കിട്ടണം. വെച്ചതിന് ശേഷം ഒരു കറുത്ത തുണിയോ എന്തെങ്കിലും വെച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പണി അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു 20 ദിവസം നമുക്ക് ഇരുട്ട് മുറിയിൽ വെക്കേണ്ടതുണ്ട്. ഇരുട്ടുമുറി എന്ന് ഉദ്ദേശിച്ചത് ഇരുട്ടുമുറി ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പാത്രങ്ങളിലോ വല്ലോ വെച്ച് നമുക്ക് തുണി വെച്ച് മൂടി വയ്ക്കാവുന്നതാണ്. കറുത്ത തുണി ഉപയോഗിച്ച് പ്രകാശം കയറാതിരിക്കണം, എന്നാൽ മാത്രമേ ഇതിൻ്റെ സ്പോൺ വളരുകയുള്ളൂ. അപ്പോൾ ഒരു 18-20 ദിവസത്തിനുള്ളിൽ നല്ല രീതിയിൽ ഇതിൻ്റെ തന്തുക്കളൊക്കെ വളർന്ന് കൂൺ തന്തുക്കൾ ഇത് വളർന്നു തുടങ്ങും. അപ്പോൾ ഇതിനെ പുറത്തെടുത്തതിന് ശേഷം ചെറിയ ഒരു ബ്ലേഡ് അല്ലെങ്കിൽ പിന്നോ ബ്ലേഡോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച്, ബ്ലേഡാണ് നല്ലത്, ബ്ലേഡ് സ്റ്റെറിലൈസ് ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാനിറ്റൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ ചെറിയ കീറലുകൾ ഉണ്ടാക്കി കൊടുക്കാം. ഒരു 5-6 കീറലുകൾ ഉണ്ടാക്കി കൊടുക്കാം.
അപ്പോൾ ഇതിൽ ഹോളിട്ട് കൊടുത്തതിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. വെള്ളം കൂടാൻ പാടില്ല, എന്നാൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കുകയും വേണം. ആ രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മുട്ടകൾ വന്നു തുടങ്ങുന്നതാണ്. മുട്ട് വന്നതിന് ശേഷം 3 ദിവസം കഴിയുമ്പോൾ നമുക്കിത് വിളവെടുക്കാവുന്നതാണ്. ഇതിന്റെ ആ കുഴി ഭാഗമൊക്കെ നിവർന്ന് നല്ല രീതിയിൽ ഒരു പൂ പോലെ വരും. ഇത് ചിപ്പിക്കൂണാണ്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വിടർന്ന് വരുമ്പോഴേക്ക് നമുക്ക് വിളവെടുക്കാവുന്നതാണ്. ഏകദേശം ഞാൻ ആദ്യമായിട്ട് വിളവെടുത്തപ്പോൾ ഏകദേശം ഒരു 400 ഗ്രാം ഒരു ബെഡിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി. 2 ബെഡിൽ കൂടി ഒരു 800-900 ഗ്രാമോളം തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ തന്നെ എൻ്റെ പൈസ ഞാൻ മുടക്കിയ മുതൽ എനിക്ക് നല്ല രീതിയിൽ കിട്ടി എന്ന് പറയാം. നല്ല ഭക്ഷ്യയോഗ്യമായ കൂൺ നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഇത് നമ്മുടെ ചിപ്പിക്കൂൺ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഓയിസ്റ്റർ മഷ്റൂമാണ്. ഏറ്റവും നല്ല മഷ്റൂമാണ് ഇത്. നമുക്ക് രുചികരമായിട്ട് കഴിക്കാവുന്ന ഒരു മഷ്റൂം കൂടിയാണ് ഈ ഓയിസ്റ്റർ മഷ്റൂം. വളരെ ആരോഗ്യപ്രദമായ ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയ ഒരു വെജിറ്റബിൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം നമുക്ക് വിളവെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും വെള്ളം നനച്ചു കൊടുക്കുക. ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും അടുത്ത മുട്ട വരുന്നതാണ്. ഈ കൂൺ തന്തുക്കൾ വളരുകയും വീണ്ടും നമുക്ക് വിളവെടുക്കുകയും ചെയ്യാം. അങ്ങനെ 3, 4, 5 പ്രാവശ്യം വരെ ഇങ്ങനെ നമുക്ക് വിളവെടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ വ്യാവസായികമായിട്ട് ചെയ്യുന്നവർക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഉള്ള ഒരു കിറ്റാണ് ഇത്. അപ്പോൾ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ആദ്യം കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ അവസാനവും നമ്പർ ഇട്ടിരിക്കാം. ഇതിൽ കോൺടാക്ട് ചെയ്താൽ അവർ അയച്ചു തരും. നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം. ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വലുതായിട്ട് ചെയ്യുക. വലുതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംരംഭമായി വളർത്തിയെടുത്ത് നിങ്ങൾക്ക് വലിയ ലാഭം നേടാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ഈ കൂൺ കൃഷി. വീട്ടിൽ ജോലിയില്ലാതെ ഇരിക്കുന്ന എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ജോലി തന്നെയാണ് ഈ കൂൺ കൃഷി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും കൂൺ കൃഷി ചെയ്ത് നോക്കിയതിന് ശേഷം പറയുക അഭിപ്രായങ്ങൾ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.